ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അറിയാത്തവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. സ്വാഭാവികമായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ഉണ്ണിയപ്പമാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. പച്ചരി നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ പറ്റും. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെള്ളത്തിലിടാൻ. ഒരു 4-5 തവണ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് അതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളയണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 4 മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനിയാണ് തയ്യാറാക്കുന്നത്. ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കളറുള്ള ശർക്കര എടുക്കുക. അപ്പോഴേ ഉള്ളൂ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കി വരുമ്പോൾ നല്ല കളറ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിന് തന്നെയാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ശരിക്ക് കിട്ടൂല. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ്. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഒന്ന് ഒഴിച്ച് മാറ്റാൻ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം കേട്ടോ. അരി ഇപ്പോൾ 4 മണിക്കൂർ നേരമായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളം കളയണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 1/4 ഭാഗം അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ ജാറിൽ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിലേക്ക് മൈദയും പഴമൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒപ്പം അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പച്ചരി 1/4 ഭാഗം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ പാകത്തിന്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശർക്കരപ്പാനി ചേർത്തത് ചൂടോടുകൂടിയല്ല കേട്ടോ. ഇളം ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നല്ല ചൂട് പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടോടുകൂടെ ഒഴിക്കരുത്, ഇളം ചൂടുള്ളൂ. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ തരി തരുന്നതിന്, അതുപോലെ ആയി കിട്ടണം. അപ്പോൾ ആ ഒരു ജാറിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് പച്ചരി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പച്ചരി അരച്ചെടുക്കാൻ പാകത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയാണ്. ഏലക്കേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അത് മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 4 ഏലക്കൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ രണ്ടാമത്തെ അരിയും ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചരി എടുത്ത ആ ഒരു കപ്പിന് തന്നെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. പക്ഷേ മൈദ ചേർക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. മൈദയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴമാണ് ചേർക്കേണ്ടത്. ഇവിടെ മൈസൂർ പഴമാണ് ചേർക്കുന്നത്. അത് ഞാനൊരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മാത്രം ചേർത്താൽ മതി. വലുതാണെങ്കിൽ 2 എണ്ണം ചേർക്കുക, ചെറുതാണെങ്കിൽ 3 എണ്ണം. ഞാൻ ചെറുതായതുകൊണ്ട് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത തന്നെ ചേർക്കുക. ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ പെട്ടെന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പഴം ചേർത്തിട്ട് നല്ലപോലെ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ശർക്കരയും പച്ചരിയും കൂടി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ശർക്കരയും പച്ചരിയും മാത്രമല്ല ചേർത്തിക്കുന്നത്, ഇതിൽ നമ്മൾ മൈദയും അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പാടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ആക്കണം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ രാവിലെ വേണ്ടിച്ചെങ്കിൽ വൈകുന്നേരം ചെയ്തേക്കുക. അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ രാവിലെ തന്നെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ. ഇതിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കടിച്ച് കളയും ഇവിടെ കുട്ടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത്ര മതി, അടച്ച് വെക്കാം. നമുക്കൊരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവിൻ്റെ പരുവെന്ന് വെച്ചാൽ ഇതുപോലെ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചപ്പോഴാണ് ഓർമ്മ അത് കാണിച്ച് തന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ദോശമാവിൻ്റെ അത്രയ്ക്ക് ഇല്ലെന്നും ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് ലൂസുമാണ്. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. 8 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം മാവ് ഇളക്കുമ്പോൾ നേരത്തെ നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ശർക്കരപ്പാനി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അളവുകൾ കറക്റ്റ് ആവുക. അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ. നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ചട്ടി സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണേനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ. ചട്ടി പഴയ ചട്ടിയാണ് കേട്ടോ, ഇരുമ്പിൻ്റെ പഴയ ചട്ടിയാണ്. അപ്പോൾ ഒരുപാടായി ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം, കിട്ടുമോ നോക്കാം കേട്ടോ. ഒരുപാടായി യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായാൽ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ അത്യാവശ്യം ചൂടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കൂല നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. പഴത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ പുറം വശം നല്ല ഹാർഡാവും. അതുപോലെ തന്നെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുപഴം നമ്മൾ ചേർക്കുമ്പോൾ ഞാൻ 2 കപ്പ് പച്ചരിക്ക് ഒരു 3 ചെറുപഴം ചെറുതാണ് ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴത്തേന് ഒരു സൈഡ് ആയി കിട്ടും. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അതാ ഒരു വശം ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം, പെട്ടെന്ന് കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് മറിച്ചിടാം. ഇതുപോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി നമ്മൾ ഒരുപാടായി യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇതിൽ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഒന്ന് എന്താ പറയുക, ചട്ടിയിൽ എണ്ണയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അതാണ് ഇത്ര പെട്ടെന്ന് കിട്ടുന്നത്. അല്ലാതെ നമ്മളിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി 1 മിനിറ്റോളം ആ ഒരു വശം കൂടി ഒന്ന് കുക്കായി കിട്ടട്ടെ. കളറുള്ള ശർക്കര ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു കളറാകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതിലും കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കളറ് മാറും ചെയ്യും, കയ്പ്പ് ടേസ്റ്റാവും. അതുപോലെ തന്നെ പുറം വശം നല്ല ഹാർഡായി പോവും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ചെയ്ത് നോക്കാത്തവരൊക്കെ തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റുമ്പോൾ കൈക്ക് തന്നെ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ എടുക്കാൻ. അതുപോലെ തന്നെ എണ്ണയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടുണ്ട്. ഈ ഒരു ചട്ടിയിൽ നമ്മൾ നിറയെ എണ്ണ ഒഴിച്ച കാരണം തന്നെ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുഴുവനായിട്ടുള്ള ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുള്ള എണ്ണ ഇതിലുണ്ട്. മൈദയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും മൈദയും റവയും മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കലുണ്ട്. പക്ഷെ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കണം. അപ്പോഴേ നല്ലൊരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് മുഴുവൻ മാവ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല നാടൻ ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഉണ്ണിയപ്പമാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറം വശം ഒരു ചെറിയൊരു ക്രിസ്പി, ഉൾവശം നല്ല സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.